ഈ മുടിയൊക്കെ ഇങ്ങനെ ഇട്ട ഒരു മേക്കപ്പ് പോലും ചെയ്യാണ്ട് നമ്മൾ ഈ പാഞ്ഞു പോകുന്നത് നമ്മുടെ ഫ്ലൈറ്റ് പിടിക്കാനാണ് കേട്ടോ. നെതർലാൻഡ്സിലെ സമ്മർ വെക്കേഷൻ ഓൾമോസ്റ്റ് തീരാറായി. പക്ഷേ നമ്മൾ ഇന്നാണ് നമ്മുടെ വെക്കേഷന് പോകുന്നത്. എവിടേക്കെങ്കിലും ഫ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ നോർമലി ആംസ്റ്റർഡാം എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഉള്ള ടിക്കറ്റ് റേറ്റ് നോക്കിയപ്പോൾ ഐൻഡോവൻ എന്ന് പറഞ്ഞ എയർപോർട്ടിൽ നിന്ന് വളരെ റേറ്റ് കുറവ് കണ്ടു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂറുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. ഈസിയാണ്. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ടിക്കറ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്തത്. പക്ഷേ പോകുന്നതിന് കുറച്ച് മുന്നേ നോക്കിയപ്പോഴാണ് കണ്ടത് പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഡിലേ ഓർ ക്യാൻസലേഷനാണ് വെക്കേഷൻ കാരണം. അപ്പം നമ്മൾ എങ്ങനെ പോയാലും നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ നമ്മുടെ കാർ എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു. ഓൺ ദ വേ എയർപോർട്ടിനടുത്തൊരു കാർ പാർക്കിംഗ് ഞാൻ ബുക്ക് ചെയ്തു. നമ്മൾ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ എയർപോർട്ടിലേക്ക് പോയി. ഞാനിന്ന് രാവിലെ ലീവൊക്കെ എടുത്ത് ഈസിയായി പാക്കിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് പാക്കിംഗ് വ്ളോഗ്സ് ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റിയുകൊണ്ട് അതൊന്നും നടന്നില്ല. മര്യാദയ്ക്കൊന്ന് ഫുഡ് പോലും എനിക്ക് ഇന്ന് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. നെയ്തനും ഡാനിയും മാരിയും അവരെ ഞാൻ ഡേ കെയറിൽ വിട്ടിട്ടുണ്ടായിരുന്നു. കാര്യം പാക്കിംഗ് എല്ലാം എനിക്ക് ചെയ്ത് വെക്കാൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ അവരും നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് അവർ കാറിൽ വെച്ച് തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ വന്ന് കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ ഫുഡ്, എന്തോ പിസ്സയോ അങ്ങനെ എന്താണ്ടൊക്കെ വാങ്ങിക്കഴിച്ചു. സത്യം പറഞ്ഞാൽ ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. പിന്നെ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിലും വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ കണ്ടതെല്ലാം വാരി കഴിച്ച് നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് റയാനെയർ ആണ് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു ഫ്ലൈറ്റാണ്. അപ്പോൾ നോർമലി ഉള്ള പോലെ നമുക്കങ്ങനെ ഡയറക്റ്റ് ആക്സസ് അല്ല ഈ ഫ്ലൈറ്റിലേക്ക്. കുറച്ച് നടന്ന് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ അവിടെ അത്യാവശ്യം നല്ല ക്യൂ ഒക്കെ ഉണ്ട്. നമ്മളവിടെ വെയിറ്റ് ചെയ്തു. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി സീറ്റെല്ലാം കണ്ടുപിടിച്ച് ലഗേജൊക്കെ വെച്ച് ഒന്ന് സെറ്റിലായി. ഇനി നമ്മൾ എവിടെയാണ് പോകുന്നതെന്നുള്ള കാര്യം മാത്രം ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മളങ്ങനെ നമ്മുടെ ഇത്തവണത്തെ സമ്മർ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് UK-ലാണ്. നമ്മുടെ ഇനിഷ്യൽ പ്ലാനിൽ ലണ്ടനും സ്കോട്ട്ലൻഡും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റീസെൻ്റ്ലി ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ ലണ്ടൻ ക്യാൻസൽ ചെയ്തു. ഈവൻ നമ്മൾ ടിക്കറ്റ് തന്നെ ക്യാൻസൽ ചെയ്താലോ എന്നിങ്ങനെ വിചാരിച്ചായിരുന്നു. പിന്നെ എന്തായാലും ടിക്കറ്റ് ചെയ്തു, പോസ്റ്റ്പോൺ ചെയ്യാൻ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റൊക്കെയാണ്. അപ്പോൾ എന്തായാലും ലണ്ടൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. നമ്മൾ സ്കോട്ട്ലൻഡിലേക്ക് പോവുകയാണ്. ഞാൻ ഈ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ലണ്ടനിൽ ലാൻഡ് ചെയ്തിട്ടോ. ലണ്ടൻ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. അപ്പോൾ എവിടെ നിന്ന് നമ്മൾ ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ ഒരു കാറ് ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ടെർമിനലിൽ നിന്ന് തന്നെ ഷട്ടിൽ സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് നമ്മുടെ കാറൊക്കെ കിട്ടിയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ കസിൻ ശ്രീകുട്ടനുണ്ട്. അവൻ ലണ്ടൻ ടോൺടണിലാണ് താമസിക്കുന്നത്. അവൻ്റെ അടുത്തേക്കാണ്. അവിടെ 1-2 ദിവസം നിന്ന് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചാണ് സ്കോട്ട്ലൻഡിലേക്ക് പോകുന്നത്. ഏകദേശം 3.5 മണിക്കൂറുണ്ട് കേട്ടോ ഡ്രൈവ് നമുക്ക് അങ്ങോട്ട്. അപ്പോൾ പിന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ അവൻ ഉണ്ടാക്കി വെച്ച അടിപൊളി ഡക്ക് റോസ്റ്റും പ്രോൺസും ചോറെല്ലാം കഴിച്ച് നമ്മൾ അവിടെ കിടന്നുറങ്ങി. ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് ഹിമയ്ക്കും ശ്രീകുട്ടനും ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വർക്ക് ഫ്രം ഹോം ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി ടോൺടൺ സിറ്റി കാണാൻ വേണ്ടി ഒന്ന് പുറത്തേട്ട് ഇറങ്ങി. ലണ്ടൻ പോലെ അത്ര ബിഗ് സിറ്റിയൊന്നും അല്ല ടോൺടൺ. പക്ഷേ എന്നാലും മറ്റുള്ള യൂറോപ്യൻ സിറ്റികളിലെ പോലെ തന്നെ അത്യാവശ്യം എല്ലാം കിട്ടുന്ന ഒരു സിറ്റിയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാടൊന്നും റിസർച്ച് ചെയ്യാത്തതുകൊണ്ട് എനിക്കിവിടെ എന്തൊക്കെ കാണണമെന്നൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. നെതർലാൻഡ്സിൽ ഒരുപാട് മലയാളി ഫുഡ് ഓപ്ഷൻസ് ഇല്ല. സൗത്ത് ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്. എന്നാലും നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള അപ്പം അല്ലെങ്കിൽ പൊറോട്ട, ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്കിവിടെ നെതർലാൻഡ്സിൽ കിട്ടില്ല. അപ്പോൾ UK-യിൽ ഇത് ഇഷ്ടംമാതിരി കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഓൾറെഡി എന്നോട് ശ്രീകുട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫുഡെല്ലാം കിട്ടുന്നു. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ ഫസ്റ്റ് ഇതായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ പോകണം. അങ്ങനെ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയി. ഇത് എത്ര വലിയ റെസ്റ്റോറൻറ്റൊന്നും അല്ല കേട്ടോ, ചെറിയൊരു സംഭവമാണ്. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ പൊറോട്ട, ബീഫ്, പിന്നെ കീഴ് പൊറോട്ട ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവൻ ശ്രീകുട്ടൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഡക്ക് കറിയുടെയും പ്രോൺസിൻ്റെ അത്രയും വരില്ല കേട്ടോ. അവൻ ഇത്രയും നല്ല കുക്കാണെന്ന് ഈ ഒരു വരവിനാണ് എനിക്ക് മനസ്സിലായത്. ഇനിയും അവൻ്റെ കുറച്ച് കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വരുന്ന വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ നാളെ രാവിലെയാണ് സ്കോട്ട്ലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഓൺ ദ വേ നമുക്ക് കഴിക്കാനും അല്ലെങ്കിൽ കുറച്ച് മഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ്, വെള്ളം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നു. എന്തോരം ഓപ്ഷനാണ്. ഞാൻ ഇത്രയും ഓപ്ഷൻ നെതർലാൻഡ്സിൽ കണ്ടിട്ടില്ല കേട്ടോ. അതാണ് ഒരു ഡിഫറൻസ്. ഈവൻ ഞാൻ ജർമ്മനിയിലും കണ്ടിട്ടുണ്ട്, ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ജർമ്മൻ സൂപ്പർ മാർക്കറ്റ്സിലും. ഇപ്പോൾ ഞാൻ UK-യിലും കണ്ടു, ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നെതർലാൻഡ് സൂപ്പർ മാർക്കറ്റ്സ് ഇത്രയും ബിഗ് അല്ല, ഇത്രയും ഓപ്ഷൻസ് കാണില്ല.
അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ദാ ഈ ഡയറി മിൽക്കിൻ്റെ ആ ഒരു ഏരിയ കണ്ടപ്പോൾ അവിടെ അങ്ങോട്ട് ചാടി വീണു. എൻ്റെ ഏതൊക്കെ ചോക്ലേറ്റ് കഴിച്ചാലും എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഡയറി മിൽക്കാണ്. എക്സ്പെഷ്യലി ഡയറി മിൽക്ക് സിൽക്ക്. അത് ഇന്ത്യയിൽ മാത്രമേ കിട്ടുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ കുറേ നോക്കി, ഇവിടെ കണ്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊക്കെ കുറച്ച് ഞാൻ കയ്യിൽ വാരി പിടിച്ചു. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നാളെ വെളുപ്പിന് 5 മണിക്ക് ആണ് നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നാണ് നമ്മുടെ ആ ദിവസം. ഇന്നാണ് നമ്മൾ സ്കോട്ട്ലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് എഡിൻബറയിൽ പോകും. അപ്പോൾ നമ്മൾ 2 കാറിലാണ് പോകുന്നത്. നമ്മുടെ കാറും ശ്രീകുട്ടൻ്റെ കാറും. അവർ രണ്ടുപേരും സെപ്പറേറ്റ് വരും, നമ്മൾ വേറെ പോകും. എനിക്ക് വളരെയധികം പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ സ്കോട്ട്ലൻഡ്. നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ കണ്ടതുപോലെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് സ്കോട്ട്ലൻഡ്. സമയം രാവിലെ 6 മണി കേട്ടോ. നമ്മൾ 5 മണിക്ക് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് ഒരു 5-6 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഇറങ്ങുവാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ടേ തന്നെ നല്ല മഴ കിട്ടിയിട്ടോ. ഇറ്റ്സ് ഭയങ്കര ഉറക്കമായതുകൊണ്ട് നമ്മളിവൻ അവരുടെ ഡ്രസ്സൊന്നും മാറാൻ വേണ്ടി നിന്നില്ല. ആ പൈജാമ തന്നെ ഇട്ടിട്ട് അങ്ങനെ തന്നെ എല്ലാവരെയും വണ്ടിയിൽ കയറ്റിയിരുത്തി ഒരു ബ്ലാങ്കറ്റും മേത്തിട്ട് നമ്മളിതാ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. ശ്രീകുട്ടന്റെ കമ്പനി ബസ്സാണ് ഗൈസ്. എടുക്കുന്നുണ്ട് സൂം ചെയ്ത് കാണിക്കാൻ. അല്ല, ആകെ മൊത്തത്തിലൊരു പുകമയം. ഇപ്പോൾ ഇതാ നമ്മൾ ഒരു എവിടെ എത്തി? നമ്മൾ ടോണ്ടണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം ബെർമിംഗ്ഹാം ആയോ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. അവിടെ എത്തിയപ്പോൾ ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇപ്പോൾ പോകുന്നത് എഡിൻബറയിലേക്കാണ്. പക്ഷേ അവിടെ ചെന്നിട്ടാണ് ഒരു അടിപൊളി എക്സൈറ്റ്മെൻറ്റ് സംഭവം ഉള്ളത്. കാര്യം നമ്മൾ പോലും ഇതുവരെ ലൈഫിൽ അത് ചെയ്തിട്ടില്ല. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയണില്ല. അത് ഓർത്ത് എനിക്ക് നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ മാത്രമല്ല, ഇവന്മാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മൾ പോകുന്ന ആരും ഇത് എന്താണെന്നുള്ള സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണത്. പലതവണ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവൻ നെതർലാൻഡ്സിലായിരുന്നപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോന്ന്. പക്ഷേ അതിനൊരു സാഹചര്യം വന്നില്ല. പക്ഷേ ഇത്തവണ നമ്മളത് ട്രൈ ചെയ്യാൻ പോവാണ്. അതെന്താന്നുള്ളത് ഞാൻ അവിടെ ചെന്ന് കാണിക്കാം. ഓക്കെ? ചോക്കബൺ തരാം. സിനിമയിലെ സാധനം ഇതെന്താ സാധനം? ഇത് യുകെനെ കുറിച്ച് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് ശ്രീകുട്ടൻ. യുകെയുടെ ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ അവൻ കളക്കി കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താന്ന് ചോദിക്കുകയാണ്. ഇതിനെ കുറിച്ച് പറയൂ. ഇതൊന്നുമില്ല, ഇത് സ്റ്റെക്ക് ബേക്ക് പാസ്റ്റീസ് ആണ്. നമ്മുടെ നാട്ടിലെ പബ്സിന്റെ ഒരു ബ്രിട്ടീഷ് വേർഷൻ. എന്താ ഇത്? നമ്മളങ്ങനെ 2ാമത്തെ ബ്രേക്ക് എടുത്തു. ഇപ്പോൾ ഇത്രയും നേരം നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഇതാ സണ്ണൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്, നല്ല വെയിലുണ്ട്. ഇനി അങ്ങോട്ടത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി നടുവൊക്കെ നിവർത്തി. നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. എന്തോ നോർമലി അങ്ങനെ ഉണ്ടാവാറില്ല, പക്ഷെ ഇന്നിപ്പോൾ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പം നടുവൊക്കെ നിവർത്തി. ഡാനി നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ ഒന്ന് പോയി പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിരുന്നു. അരിയാനയും നേത്തിനെയും കൊണ്ട് സനിയും ഒന്ന് നടക്കാൻ പോയി. അവർ ശ്രീകുട്ടനും ഹിമയും അവരും പോയിട്ടുണ്ട് പുറത്തേട്ട്. അങ്ങനെയൊക്കെ ഇരിക്കണു. ഇനി നമുക്കൊരു ഏകദേശം 3 മണിക്കൂറിൻ്റെ അടുത്ത് ഇനിയും ഡ്രൈവ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം തന്നെ മണി 12:30 ആവാൻ പോകണം. നമ്മളെന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 3:30 ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വണ്ടിയിലിരുന്നൊന്നും ചെയ്യാനൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടു. കാര്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം
സമയമെടുത്ത് മേക്കപ്പ് ഇടാനൊക്കെ ഒരു സമയം കിട്ടി. നമ്മളിപ്പോൾ ഇതാ സ്കോട്ട്ലൻഡിൽ എത്തിയിട്ടോ. പക്ഷെ നമ്മൾ സ്ഥലങ്ങളൊന്നും കാണാൻ വേണ്ടി പോയില്ല. നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു, അങ്ങോട്ടത്തേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വേറൊരു അടിപൊളി സംഭവം എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് എല്ലാവരും കൂടി. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ അത് റിവീൽ ചെയ്യാൻ പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. നമ്മളുടെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സംഭവം, നമ്മുടെ സ്കോട്ടിഷ് ഹൈലാൻഡ് ട്രിപ്പ് നമ്മള് ക്യാമ്പറിലാണ് പോണത്. നമുക്ക് ഏകദേശം ഒരാഴ്ച നമ്മുടെ ഹോൾ ട്രിപ്പ് ഈ കാരവണിലാണ്. അപ്പൊ നമ്മൾ ആരും ഇതുവരെ ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും കൂടിയില്ല. അപ്പൊ ഇതൊരു എക്സൈറ്റിംഗ് ട്രിപ്പായിരിക്കും. അപ്പൊ നമുക്ക് കാണാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനപ്പോൾ ഒരു ക്യാമ്പർ വാനിൻ്റെ അകത്തേട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ അകം. ഇവിടെ ഡ്രൈവേഴ്സ് സീറ്റ്, ഇതിൻ്റെ മേളിലൊരു ബെഡ്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ബാത്റൂം, ഷവർ, ദി കിച്ചൺ. ഈ മോട്ടോർ ഹോമിൽ അത്യാവശ്യം ഒരു മനുഷ്യന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതായത് കിച്ചൺ യൂട്ടൻസിൽസ്, കട്ട്ലറി, ടി വി, ഫ്രിഡ്ജ്, ഫ്രീസർ, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, അങ്ങനെ എല്ലാ സംഭവം ഉണ്ട്. പിന്നെ നമ്മളിവിടെ കണ്ട ഈ ബെഡെല്ലാം ഡബിൾ സൈസാണ്. ഈവൻ ആ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗം കൺവെർട്ട് ചെയ്ത് നമുക്ക് പിന്നെ ഒരു ബെഡാക്കി മാറ്റാം. നല്ലതാണ്. ഡാനുവിന് ഇഷ്ടമായോ? ആണ്. എന്താ ഇഷ്ടമായത്? ഡാനുവിന് എന്താ ഇവിടെ ഏറ്റവും ഇഷ്ടമായത്? ഉറങ്ങണതാണ് ഏറ്റവും ഇഷ്ടമായത്. നമ്മൾ ഉറങ്ങിയിട്ട് നമ്മൾ ഇപ്പോഴും പക്ഷെ പാർക്ക് ചെയ്ത് ഇട്ടേക്കുവാണ്. ഡാനു ഇതിന്റെ മേളിലാണ് കിടന്നുറങ്ങാൻ പോണേ. ഇവിടെയാണ്, ഇതിന്റെ മേളിലാണ് നീ ഉറങ്ങാൻ പോണേ. ആർക്ക് ഇഷ്ടായോ? ഇഷ്ടായി. അങ്ങനെ നമ്മൾ എല്ലാവർക്കും വളരെയധികം ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. നമ്മളങ്ങനെ ക്യാരവനിൽ കയറി. നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ക്യാരവനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഇനി ക്യാരവൻ പാർക്കിംഗ് സ്ഥലത്തേക്കാണ്. കാര്യം ഇന്ന് രാവിലെ തൊട്ടുള്ള നല്ല ഡ്രൈവ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ പുറത്തേട്ടൊന്നും ഇറങ്ങാനുള്ള ഒരു ഇതില്ലാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം നമ്മൾ നാളെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ക്യാരവൻ പാർക്കിംഗ് സൈറ്റിൽ പോയിട്ട് നമ്മൾ അവിടെ ഒന്ന് സെറ്റിലാവാൻ പോവാണ്. നമ്മൾ എഡിൻബറ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ മാറിയാണ് കേട്ടോ പാർക്കിംഗ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ക്യാരവൻ മാത്രമല്ല, ബാക്കി പല ആൾക്കാർ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് താമസിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ക്യാമ്പിംഗ് സൈറ്റിൽ താമസിക്കുന്നത്. എപ്പോഴും ഹോട്ടൽസാണല്ലോ ബുക്ക് ചെയ്യണത്. നമ്മളങ്ങനെ ക്യാരവൻ പാർക്കിംഗ് പ്ലേസിലെത്തി. ഇവിടെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 30-35 പൗണ്ട് എങ്ങാണ്ടുമാണ് പെർ നൈറ്റ്. ഇവിടെ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിസിറ്റി, വൈഫൈ, പിന്നെ ഷവർ, പിന്നെ വേസ്റ്റ് ഡംപിങ്, ടോയ്ലറ്റ്, ലൗണ്ടറി, ഇതെല്ലാം നമുക്കിവിടെ യൂസ് ചെയ്യാം. നമ്മളങ്ങനെ ക്യാരവൻ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എത്തിയപ്പോൾ ഏകദേശം എന്താ ഇപ്പോൾ ഒരു 8 മണി ആയി ഇവിടെ. പിന്നെ ഇപ്പോൾ എന്തായാലും നമുക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ വേണ്ടി പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങിച്ച് തിരിച്ച് പോവാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ വാങ്ങിക്കാൻ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ്സ് ആണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇതിൻ്റെ പേര് സെയിൻസ്ബറീസ് എന്നാണ്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഫണ്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ഇൻഫോസിസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അത് ആക്ച്വലി ഭയങ്കര ഒരു കോയിൻസിഡൻസ്. ഞാൻ ഒരിക്കലും അന്ന് വർക്ക് ചെയ്തപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇവിടെ ഇങ്ങനെ വരുന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മളിനി കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് ക്യാരവനിലേക്ക് പോകും. ടൗണിൽ കണ്ട പോലെ തന്നെ ഇഷ്ടംമാതിരി സാധനങ്ങളാണ് സൂപ്പർ മാർക്കറ്റ്സിൽ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ ക്യാരവനിലെത്തി.
ഫുഡൊക്കെ ഉണ്ടാക്കി, ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് കാരവൺ ഓർ മോട്ടോർ ഹോം ഓൾമോസ്റ്റ് തീരാറായി. എല്ലാവരും എന്താ കിടക്കാനൊക്കെ പോവാണ്. ചിലർ ഓൾറെഡി കിടന്നു. അപ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ പരിപാടികളുണ്ട്, എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഇപ്പോൾ തന്നെ കിടക്കും. സ്കിൻ കെയർ റുട്ടീൻ ചോദിച്ചവർക്ക് ഒരു ചെറിയൊരു ബ്രീഫ് ഞാനിവിടെ പറയാം കേട്ടോ. ഇതെൻ്റെ നൈറ്റ് കെയർ റുട്ടീനാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ക്ലെൻസർ വെച്ചിട്ട് എൻ്റെ മുഖം വാഷ് ചെയ്യും. അത് കഴിഞ്ഞ് ഡാം സ്കിന്നിൽ ഞാൻ ഹൈലറോണിക്സ് സെറം അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്നെയിൽ മ്യൂസിൻ അപ്ലൈ ചെയ്യും. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ വൺ യൂസ് ചെയ്യാത്തപ്പോൾ അതർ എന്ന പോലെ AHA അല്ലെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യും. ഞാൻ AHA യൂസ് ചെയ്യണത് ലാക്റ്റിക് ആസിഡാണ്. അണ്ടർ ഐക്ക് വേണ്ടിയിട്ട് ഞാൻ കഫീൻ സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഞാൻ കീലിൻ്റെ അവോക്കാഡോ ഐ ക്രീം ഉണ്ട്, അത് യൂസ് ചെയ്യും. ഫൈനലി ഒരു നൈറ്റ് റിപ്പയറിങ് സെറമുണ്ട്, അത് മുഖത്ത് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അത് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നൈറ്റ് കെയർ റുട്ടീൻ കഴിയും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട്. നമ്മുടെ കാസ്റ്റർ ഓയിൽ ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് കൺപീലിയിലും എൻ്റെ ഐബ്രോസിലും വെറുതെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ ഐബ്രോസ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഞാനിങ്ങനെ 1-2 തവണ അത് യൂസ് ചെയ്തപ്പോൾ എനിക്കതിങ്ങനെ വളരണ പോലെ ഞാൻ നോട്ടീസ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഞാനത് എല്ലാ നൈറ്റിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നൈറ്റ് കെയർ. ഞാൻ എന്തായാലും ഒരു സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തതുകൊണ്ട് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഞാനും ഉറങ്ങാൻ പോവാണ്. ഞാൻ ഈ തലയിൽ ക്യാപ്പൊക്കെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കേളി ഹെയർ ഇത് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിൽക്ക് ഹെയർ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ മുടി നമ്മുടെ ആ ഡെഫിനിഷനൊക്കെ പോവാണ്ട് ഒരുപാട് മെസ്സാവാണ്ട് രാവിലെ എണീക്കുമ്പോൾ കിട്ടും. അപ്പോൾ അത് ഞാനിത് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ. ഇനിയുള്ള സ്കോട്ട്ലൻഡിലെ യഥാർത്ഥ വിശേഷങ്ങൾ ഞാൻ അടുത്ത വ്ളോഗിലാണ് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ മറക്കാണ്ട് കാണണം. ഞാനത് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ടിൽ വി മീറ്റ് അഗെയിൻ, കൊച്ചിക്കാരി സൈനിങ് ഓഫ്. നമ്മളങ്ങനെ ഫസ്റ്റ് ഡേ എഡിൻബറ, അതായത് സ്കോട്ടിഷ് ഹൈലാൻഡ്സിലൂടെ നടക്കുവാണ്.